الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി നാം ഓരോരുത്തരോടായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടവരാണ്. അത് ഏത് രംഗത്തായാലും, പ്രത്യേകിച്ചിപ്പോ ഇലക്ഷൻ രംഗമാണ്. ഇലക്ഷൻ രംഗങ്ങളുമായി വിശ്വാസിനികളായ ആളുകളൊക്കെ പലപ്പോഴും ബന്ധപ്പെടുന്നവരാണ്. അങ്ങനെ ബന്ധപ്പെടുന്ന ഏത് രംഗമായാലും എല്ലാവരെയും പോലെ പെരുമാറാൻ ഒരു വിശ്വാസിക്ക് പറ്റില്ല, ഒരു വിശ്വാസിനിക്ക് പറ്റില്ല. മറിച്ച് അവിടെയെല്ലാം എൻ്റെ പ്രവാചകൻ എന്തു പറഞ്ഞു, നേരത്തെ ഞാൻ ഓതിയ ആയത്ത് പോലെ എന്താണ് പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടൊക്കെ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇലക്ഷൻ രംഗങ്ങളിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ ഇന്ന് പലപ്പോഴും ആ രംഗത്ത് വളരെ മോശകരമായ ഒരു സമീപനം കാണുന്നത് കൊണ്ട് സൂചിപ്പിക്കുകയാണ്. സ്ത്രീ പുരുഷ സ്പർശനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പലപ്പോഴും ഇങ്ങനെ കടന്നു വരുമ്പോൾ സ്ഥാനാർത്ഥി വരുന്ന 50% സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോ 50 കഴിഞ്ഞ് ഇപ്പൊ സ്ത്രീകൾ മത്സരിച്ച പിന്നെ അവിടുന്ന് മാറാതെ ആയപ്പോ 75 അവരാണ്, ബാക്കി 25% ആണുങ്ങൾക്ക്. ഇനി ആണുങ്ങൾക്ക് സംവരണം കൊടുക്കേണ്ട ഒരു കാലം വരണമെന്ന് തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ വരുമ്പോ അവരെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കലും, സ്ത്രീകളും വോട്ടിന് വേണ്ടി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ കൈ കൊടുക്കുന്ന ആളുകൾ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ പറഞ്ഞത്. പ്രവാചകൻ പറയാണ്, ലഅൻ യുത്അന ഫീ റഅസി അഹദികും ബി മഹ്യതി മിൻ ഹദീദിൻ ഖൈറുൽ ലഹു മിൻ അൻ യമസ്സ ഇംറഅതൻ ലാ തഹില്ലു ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, തനിക്ക് അനുവാദമില്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് ഒരാൾക്ക് അതിനേക്കാളും നല്ലത് അവന്റെ തലയിൽ ഇരുമ്പിന്റെ ആണി കൊണ്ട് അടിക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ ആണി കൊണ്ട് തലയിൽ അടിക്കാൻ മാത്രമുള്ള വേദനയേറിയ ഒരു പ്രവർത്തനമാണ് ഒരു സ്ത്രീക്ക് ആ സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത്. അത് കെട്ടിപ്പിടിച്ചായാലും ഇനി അതല്ല കൈ കൊടുത്തായാലും അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലാ വല്ലാഹി മാ മസ്സത് യദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ ഇംറഅത്തിൻ ഖത്ത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കരം ഒരിക്കലും അല്ലാഹുവിന്റെ റസൂല്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരം ഒരു സ്ത്രീയുടെ കരവുമായി എന്ത് ചെയ്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല ഒരിക്കലും എന്ന്. ഇനി ബൈഅത്ത് ചെയ്യുമ്പോൾ ഗൈറ അന്നഹു യുബായിഉന്ന ബിൽ കലാം, സ്ത്രീകളുമായി ബൈഅത്ത് ചെയ്യുന്ന സമയത്ത് പോലും പ്രവാചകൻ വാക്കുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുക. അല്ലാതെ ആ സമയത്ത് പോലും ദീനിന്റെ കാര്യമല്ലേ അന്നൊന്ന് കൈ പിടിച്ചേക്കാന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇലക്ഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അവിടെയൊക്കെ 4 വോട്ട് കിട്ടുമ്പോ പരലോകം മറക്കരുത്. പരലോകവുമായി ബന്ധപ്പെട്ട ആളുകളോടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ വിമർശനങ്ങളായി വരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പരലോകത്തെ ഭയപ്പെടുന്നവർക്കാണ് ഇത് ഗുണപ്പെടുകയുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക സ്വീകരിക്കാൻ സാധിക്കുന്നത് ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വ ദക്കറല്ലാഹ കതീറ. അള്ളാഹുവിനെയും അവന്റെ പരലോകത്തെയും പ്രതീക്ഷിക്കുന്നവർക്കും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും മാത്രമേ അള്ളാഹിന്റെ റസൂല് പറയുന്നത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ഇന്ന് കൈപിടുത്തമൊക്കെ കൂടിക്കഴിഞ്ഞപ്പോ പലപ്പോഴും പലതരത്തിലുള്ള ഫിത്നകളുടെ ലോകമാണ്. ഇന്ന് എല്ലാ രംഗവും പൊതുപ്രവർത്തനങ്ങള് ഫിത്നയുടെ ലോകമായി നിങ്ങളോട് വിശദീകരിക്കേണ്ടതല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ സൂക്ഷിക്കുക, ഈ കാര്യത്തിൽ ഗൗരവത്തോടു കൂടി കാണുക. അള്ളാഹു അനുഗ്രഹിക്കുക.